ഇന്ന് ഇതിഹാസ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് 31 വർഷമായിരിക്കുകയാണ്. ബേപ്പൂർ സുൽത്താന്റെ ഓർമ്മകളിലാണ് കോഴിക്കോട് വയലായിൽ വീട്ടിൽ അദ്ദേഹത്തിന്റെ മക്കളും കുടുംബാംഗങ്ങളും. ബേപ്പൂരിലെ വീട്ടിൽ ഇക്കുറിയും മാംഗോസ്റ്റിൻ മരം നിറഞ്ഞു പൂത്തു. കീഴെ ചാരുകസാരയിൽ കാൽ നീട്ടിവെച്ച് വട്ടക്കണ്ണടയിട്ട ബഷീർ മാത്രമില്ല, തലമുറകൾ കൈമാറിയ സാഹിത്യ വെളിച്ചം. ഇന്നും ഓരോ ഓർമ്മദിനത്തിലും കുട്ടികളടക്കം എഴുത്തുകാരനെ സ്നേഹിക്കുന്ന നിരവധി പേരാണ് ബേപ്പൂരിലെ വൈലാലിൽ വീട്ടിലെത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പേജ് ഉണ്ടാവുള്ളൂ, വളരെ ലളിതമായ ഭാഷയാണ്. മറ്റ് സാഹിത്യകാരന്മാരെ പോലെ കട്ടിയുള്ള വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിക്കാറില്ല. ഈ ലളിതമായ ഭാഷകളുടെ പ്രധാന ഗുണം എന്ന് വെച്ചാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ വായിക്കാം. ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് 5 വയസ്സുള്ള കുട്ടിയുടെ ലെവലിൽ വായിക്കാം, 50 വയസ്സുകാരന് 50 വയസ്സുകാരൻ്റെ ലെവലിൽ വായിക്കാം. വൈക്കത്തെ തലയോലപ്പറമ്പിൽ ജനിച്ച അതുല്യ പ്രതിഭ പക്ഷേ ജീവിക്കാൻ തിരഞ്ഞെടുത്തത് കോഴിക്കോടിനെയായിരുന്നു. എന്നാൽ മരിച്ച് 31 വർഷങ്ങൾ കഴിയുമ്പോഴും ബഷീറിനായി കോഴിക്കോട് ഒരു സ്മാരകം പൂർത്തിയായിട്ടില്ല. ഇവിടെയുള്ള ബഷീർ മ്യൂസിയം ഒരു ഏകദേശം 80% വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കേവലം മ്യൂസിയം മാത്രമല്ല അത് കേരള സർക്കാർ അത് പ്രഖ്യാപിച്ചപ്പം അത് ലിറ്റററി സർക്യൂട്ടിൻ്റെ ഭാഗമായി ലിറ്റററി സർക്യൂട്ട് തുടങ്ങാൻ ഇവിടെയും അവസാനിക്കുന്നത് തസ്രാക്കിലും എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അതൊരു വലിയ കൺസെപ്റ്റാണ്. ഒരു സാംസ്കാരിക സഞ്ചാരി വരുന്നത് യാത്ര തുടങ്ങുന്നത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നിളയിലൂടെ പോയി അങ്ങനെ തസ്രാക്ക് വരെ എത്തുമ്പോൾ അതിനിടയ്ക്ക് അയാൾ പലരെയും കാണുന്നുണ്ട്. നല്ലൊരു കൺസെപ്റ്റാണ് അത്. പതിവ് പോലെ ഇന്നും വൈലാലിൽ വീട്ടിൽ നിറയെ സാഹിത്യ കുതികകൾ എത്തിച്ചേരും. ബഷീർ ഓർമ്മകളിൽ സ്നേഹം പങ്കിടും. റിപ്പോർട്ടർ, കോഴിക്കോട്.